Praise the Lord. നാം ഇവിടെ കൂടി വന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇവരുടെ മാതാപിതാക്കന്മാർ അവരുടെ അന്യോന്യം കൂടിയാലോചിക്കുകയും കാര്യങ്ങൾ ചില ക്രമീകരണത്തിലേക്ക് വരികയും ചെയ്തതിനാൽ നാം ഇന്ന് ഈ രാത്രികാലം കടന്നു വന്നത്. സ്തോത്രം. വിപിൻ ഫിലിപ്പ് ജോൺ, പുതിയ വീട്ടിൽ ഹൗസ്, ഇടയാർമാർ. പിതാവിൻ്റെ പേര് ശ്രീമാൻ ഫിലിപ്പ് ജോൺ ഫിലിപ്പിൻ്റെയും കാരൻ റോയി, ശ്രീമാൻ റോയി ജോസഫിൻ്റെയും മകളുടെയും വിവാഹത്തിനനുസരിച്ച് അവർ ഒരുമിച്ച് തീരുമാനമെടുത്തതിന് അനുസരിച്ച് നമ്മളെ കൂട്ടി വരുത്തിയിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ കർത്താവ് അവിടെ ബാല്യം മുതൽ ഈ സമയം വരെയും സൂക്ഷിച്ചു പരിപാലിച്ചു. നാം എല്ലാവരും ചേർന്ന് ഇവിടെ വിവാഹസമ്മതത്തിന് വേണ്ടി നമ്മളെ കൂട്ടി വരുത്തുകയാണ്. അതിനാൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് അല്പസമയം സ്തോത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. നാം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. അല്പസമയം സ്തോത്രം. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന്, ഇത്രത്തോളം പരിപാലിച്ച കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ഇരുവരെയും ദൈവത്തിൻ്റെ കൃപയിൽ ദൈവം സൂക്ഷിച്ചു. ഇവിടെ മാതാപിതാക്കന്മാർക്ക് കുഞ്ഞുങ്ങളെ വളർത്തുവാനും ദൈവവചനത്തിൻ്റെ പത്യോപദേശത്തിൽ വളർത്തുവാനുള്ള ദൈവകൃപ കൊടുത്തു. നമുക്ക് അല്പസമയം സ്തോത്രം പറയാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് കടന്നു വന്ന ഈ കുഞ്ഞുങ്ങളുടെ വിവാഹ ആലോചനയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വന്ന ഞങ്ങൾ ഒരുമിച്ച് ഈ എൻഗേജ്മെന്റ് ശുശ്രൂഷയെ ദൈവത്തിൽ സ്തോത്രത്തോടെ ഏൽപ്പിക്കുകയാണ്. അങ്ങയുടെ കൃപ കൂടിയിരിക്കണമേ കർത്താവ്. ഈ ശുശ്രൂഷകളെല്ലാം ദൈവകരത്തിൽ സ്തോത്രത്തോടെ ഏൽപ്പിക്കുകയാണ്. അങ്ങയുടെ തിരുക്കരം ഇന്ന് രാത്രി കാലം ഇവിടെ വെളിപ്പെടണമേ. ഇരുവരെയും കുടുംബത്തിൽ ഒരു വളരെ അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കണം. ശുശ്രൂഷകളെല്ലാം ദൈവത്തിൽ ഏൽപ്പിക്കുന്നു. ഇരുവരെയും കുടുംബത്തിൽ നിന്ന് കടന്നു വന്ന എല്ലാവരും ബന്ധുമിത്രാദികളെയും ദൈവദാസനെയും എല്ലാവരെയും ദൈവത്തിൽ സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന യാചന കേട്ടനായ സ്തോത്രം മഹത്വമെടുക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് നമ്മുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കാമല്ലോ. ഇപ്പോൾ
ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം ഇങ്ങനെ അവസരം നൽകിയ സഹോദരന്മാർ നല്ല പാട്ടുകൾ പാടിയ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും വീണ്ടും ഒരു അവസരം തന്നതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്തോത്രം സ്വാഗതം പറയുവാൻ വേണ്ടി പാസ്റ്റർ മാത്യു ജോണിനെ ക്ഷണിക്കുന്നു. How many of you remember your engagement day or the engagement date? There's one hand going up, two hands. Okay. If you ask me my wedding day, sometimes I might forget. My wife is here, so I have to remember it. But we tend to forget the wedding days, let alone the engagement day. But today is a special engagement day for a special couple. And it's so special not just because of the families. Yes, they are special. It's not special because you can all wear your beautiful saris and dresses. It is more special because we rarely have an occasion to celebrate an engagement here in Kuwait. Most of the time, it's back home in Kerala, and we miss most of these occasions. But today, it's such a special day, and I will remember this for the rest of my life, especially being in NECK Church. So really a special day for all of us. So I want to welcome, especially I want to welcome the Holy Spirit here into our presence. We want to acknowledge His presence here. And the gathering of the saints itself confirms the presence of God here. So I want to welcome the Holy Spirit. I want to welcome the families over here. Vipin's family, Mr. and Mrs. John Philip and family and their son Vipin. Want to welcome them, their loved ones, their family members, and the members of their church from Kuwait IPC Full Gospel Church, and their pastor, Pastor Monsi Matthew. Want to welcome, give them a big hand and welcome them here. Also want to welcome the to-be bride and the family of Mr. and Mrs. Roy Joseph and the loved ones, and especially to Karen Roy, who is here. And I want to welcome their church, which is the Adonai Church, Kuwait, and their pastor, Pastor Chirian Verghese. I want to welcome them too. Give them a big hand and welcome them here. This is a special day, and you guys are very, very special. Because of all the people in Kuwait, these two families invited you here to be a part of this occasion. It's a rare opportunity. That means there's a big responsibility also. Responsibility is on us to witness this grand occasion and the decision of two families, and also to pray for the to-be couple in the days to come. So this is a special occasion. So I want all of you to sit back, relax, enjoy your evening. There's going to be prayer. There's going to be announcements of the two families. There's going to be a special word of God. And last but not the least, a fellowship time of dinner. So sit back, relax, and have a blessed time. God bless you all. Praise the Lord. അവൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്തോത്രം ബൈബിൾ റീഡിങ്ങിനാണ് നാം പോകുന്നത്. എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ സമയത്ത് വാത്സല്യ ഗിരീഷ് ബ്രദർ മുന്നോട്ട് വന്ന് ബൈബിൾ വായിക്കുന്നു. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കൂടിവരവുകളിലും പ്രധാനമായ ഭാഗമാണ് ദൈവത്തിൻ്റെ തിരുവചനം. ഈ സന്ധ്യയെങ്കിൽ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നമുക്ക് ദൈവത്തെ നമ്മുടെ ആരാധനയായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. 112 സങ്കീർത്തനം അതിനാധാരമായി ഇവിടെ വായിക്കുന്നു. സങ്കീർത്തനം
112. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ സ്തുതിപ്പിൻ. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. അവൻ്റെ നീതി എന്നേക്ക് നിലനിൽക്കും. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവന് ശുഭമായിരിക്കും. വ്യവഹാരത്തിൽ അവൻ തൻ്റെ കാര്യം നേടും. അവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. നീതിമാൻ എന്നേക്കും ഓർമ്മയിൽ ഇരിക്കും. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അവൻ്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. അവൻ ശത്രുക്കളിൽ തൻ്റെ ആഗ്രഹം നിവർത്തിച്ച് കാണും. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും. അവൻ പല്ലുകടിച്ച് ഉരുകിപ്പോകും. ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകും. ഹല്ലേലൂയ. ഈ സമയത്ത് വാത്സല്യ ജിജി ഫിലിപ്പ് ബ്രദർ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. Shall we pray? Lord, we praise and thank you this evening. You have given us such a wonderful time with your presence. This is the day the Lord has made, and we all rejoice this day with your presence, O God. Such a beautiful moment which, Lord, you have given us this evening. When God sees the man should not be alone, and he gave a helpmate this evening, O God. We are all came here to witness the great covenant, the great promise, the great provision which you have given to a man, O God. And this evening, when we are here in your presence, extend your presence on each and every one of us. Let this day be a joyful day for both the families and for everyone who is going to be witnessing this day, Lord Jesus. Extend your presence and power on us. Help us, O God, to be this time when we are here. Let your hand be blessed on everyone who came and witnessed this day, O God. Make this a great event for thy kingdom. We submit ourselves into your hand in Jesus' matchless name. We pray and ask. Thank you. നമുക്ക് ദൈവസന്നിധിയിൽ എല്ലാവർക്കും ഇരിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നാം ഇവിടെ കൂടി വന്നതിൻ്റെ ഉദ്ദേശം ഇരു കുടുംബങ്ങൾ തമ്മിൽ നല്ല ഒരു ധാരണയിൽ ആയിരിക്കുന്നു എങ്കിലും ആ വിഷയങ്ങളെക്കുറിച്ച് പൊതുവിൽ ആ കാര്യങ്ങൾ സംസാരിക്കുവാൻ, അത് വിശദമാക്കുവാൻ നമുക്ക് പാസ്റ്റർ മാത്യു തോമസ് അവരെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടും. എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ദാസന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇവിടെ നാം ഒന്നിച്ച് കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അറിയിക്കുന്നതിൽ എനിക്കും വലിയ സന്തോഷമുണ്ട്. അതെ, 118 സങ്കീർത്തനത്തിൻ്റെ 23 വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്: ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഞങ്ങളുടെ പ്രിയ സഹോദര കുടുംബം ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽ കുടയത്തൂർ വില്ലേജിൽ കാവുകാട്ട് വീട്ടിൽ ബ്രദർ റോയി ജോസഫിൻ്റെയും സിസ്റ്റർ അല്ലി റോയിയുടെയും മകൾ കാരൻ റോയിയും, പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ആറന്മുള വില്ലേജിൽ പുതിയ വീട്ടിൽ ബ്രദർ പി ജോൺ ഫിലിപ്പിൻ്റെയും സിസ്റ്റർ ഷേർലി ഫിലിപ്പിൻ്റെയും മകൻ വിപിൻ ഫിലിപ്പുമായി ഒരു വിവാഹ ആലോചന വന്നു. ഞങ്ങൾ ഇരുകൂട്ടരും ദൈവസന്നിധിയിൽ ഒന്നിച്ച് പ്രാർത്ഥിച്ച് തമ്മിൽ സംസാരിച്ച് ദൈവഹിതം എന്നവണ്ണം പ്രിയ കാരൻ മോളുടെയും
പ്രിയ വിപിൻ മോനും തമ്മിലുള്ള വിശുദ്ധ വിവാഹം സംബന്ധിച്ച് ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം എടുക്കുന്നതിന് എത്തിച്ചേരുന്നതിനാണ് ഇന്ന് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇവിടെ ക്ഷണിച്ച് വരുത്തിയിരിക്കുന്നത് എന്ന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാവരെയും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വാത്സല്യ ദേവദാസൻ കടന്നു വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായി നമ്മളോട് വിശദീകരിച്ചു കഴിഞ്ഞു. ആ സമയത്ത് തന്നെ വരൻ്റെ ഭാഗത്തുനിന്ന് അവർ തമ്മിൽ ധാരണയായതിൻ്റെ അനുസരിച്ച് ഇനി എന്നാണ് വിവാഹത്തിൻ്റെ ഡേറ്റും കാര്യങ്ങളും ക്രമീകരിക്കുന്ന കാര്യങ്ങൾ പ്രസ്താവിക്കുവാനുള്ള അവസരമുണ്ട്. ആ സമയത്ത് തന്നെ ഇത് നമ്മൾ വരനും വധുവും മുന്നോട്ട് കടന്നു വന്ന് അവരുടെ ഇരിപ്പിടത്തിലിരിക്കാവുന്നതാണ്. സ്തോത്രം. മാതാപിതാക്കന്മാർ അവരുടെ സഹോദരങ്ങളെല്ലാം കൂടി ചേർന്ന് കടന്നു വരാം. പേരൻസും കൊണ്ട് കടന്നു വരാം. വരൻ്റെ ശ്രീമാൻ ഫിലിപ്പ് ജോൺ ഫിലിപ്പിൻ്റെയും ശ്രീമതി ഷേർലി ജോണിൻ്റെയും മകനും മാതാവും പിതാവും ഈ സമയത്ത് തന്നെ ആ രേഖയിൽ ഒപ്പുവെക്കുവാൻ വേണ്ടി രേഖയിൽ ഒപ്പുവെക്കാൻ വേണ്ടി വരൻ്റെ ഭാഗത്തുനിന്ന് ഈ കാര്യങ്ങൾ സംസാരിക്കുവാൻ, അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ ആരാണ് അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ മുന്നോട്ട് വരാം. ആ കാര്യം പ്രസ്താവിക്കാവുന്നതാണ്. കർത്താവിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പത്തനംതിട്ട ജില്ലയിൽ ഇടയാറുമുള പുതിയ വീട്ടിൽ ഈ ജോൺ ഫിലിപ്പും ഷേർലി ജോണിൻ്റെയും മകൻ വിപിൻ ഫിലിപ്പ് ജോൺ, ഇടുക്കി ജില്ലയിൽ കുടയത്തൂർ വീട്ടിൽ ശ്രീ ജോയ് ജോസഫിൻ്റെയും മകൾ കാരൻ റോയും തമ്മിലുള്ള വിവാഹം ഒക്ടോബർ 2 ശനിയാഴ്ച 10:30 ജനീസിക്ക് ചർച്ചിൽ വെച്ച് നടത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്ന സഭയെയും പ്രിയപ്പെട്ടവരെയും അറിയിച്ചുകൊള്ളുന്നു.
ഈ പറഞ്ഞ കാര്യങ്ങൾ ആ രേഖയിൽ ഒപ്പുവെക്കുകയും ഇരുവരുടെയും പിതാക്കന്മാർ മുന്നോട്ട് വന്ന്, അതുപോലെ വിറ്റ്നസ് ആയിരിക്കുന്ന അവർക്ക് മുന്നോട്ട് വന്ന് ഈ രേഖയിൽ ഒപ്പുവെക്കാവുന്നതാണ്. അതുവരെ വന്ന് രേഖയിൽ ഒപ്പുവെക്കാം. യേശുവേ സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാമേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവക്കുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവക്കുഞ്ഞാടേ നീ യോഗ്യൻ. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീളത്താൽ വീണ്ടെടുത്തു. ഉയിർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനേ. ഉയിർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനേ. നിത്യമായി സ്നേഹിച്ചെന്നും തിരുനീളത്താൽ വീണ്ടെടുത്തു. ഉയിർത്തെന്നും ജീവിക്കുന്നു,
പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യവും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതം അനുസരിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും സമ്മതമാണല്ലോ എങ്കിൽ ഈ ഒപ്പിട്ടതനുസരിച്ച് ഞാൻ ഈ കാര്യങ്ങൾ വായിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ആറന്മുള വില്ലേജിൽ പുതിയ വീട്ടിൽ ഹൗസിൽ ശ്രീമാൻ പി ജോൺ ഫിലിപ്പിൻ്റെയും ശ്രീമതി ഷേർലി ജോണിൻ്റെ മകനും കുവൈറ്റ് IPC ഫുൾ ഗോസ്പൽ ചർച്ച് സഭാംഗവുമായ വിപിൻ ഫിലിപ്പ് ജോണും ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽ ഉടയത്തൂർ വില്ലേജിൽ കാവുങ്കാട്ട് ഹൗസിൽ ശ്രീമാൻ റോയ് ജോസഫിൻ്റെയും ശ്രീമതി ലില്ലി റോയിയുടെയും മകളും അഡോണായി ചർച്ച് ഓഫ് കുവൈറ്റ് സഭാംഗവുമായ കാരൻ റോയിൻ തമ്മിലുള്ള വിശുദ്ധ വിവാഹം ദൈവ ഇഷ്ടത്താൽ ഒക്ടോബർ 2 ശനിയാഴ്ച 10:30 NCK ചർച്ച് ഹാളിൽ വെച്ച് നടത്തി വരൻ്റെ ഗ്രഹത്തിൽ പ്രവേശിക്കുവാനും ഇരുഭാഗത്തുമുള്ള വേണ്ടപ്പെട്ടവരും സഭാപ്രതിനിധികളും ചേർന്ന് NCK പരീക്ഷ ഹാളിൽ തീയതിയാകുന്ന ഇന്നേ ദിവസം നടത്തപ്പെടുന്നതാണ്. ഇത് കർത്താവിനെ ആശ്രയിച്ച് തീരുമാനിച്ചു ഉറപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. കുറി കൈമാറുവാൻ ഇരുവരുടെയും പിതാക്കന്മാർ രണ്ടുപേരും മുന്നോട്ട് കടന്നു വന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ മുന്നോട്ട് കടന്നു വരാം കുറി കൈമാറുവാൻ. ഒരു പാട്ട് പാടാം. ശ്രേഷ്ഠമായി പാലിച്ചവൻ നന്ദിയാൽ അർപ്പിച്ചിടാം സ്തോത്രയാഗങ്ങളെന്നും. പോയ നാളുകൾ നാം ഓർത്തിടുമ്പോൾ എത്രയോ ശ്രേഷ്ഠമായി പാലിച്ചവൻ നന്ദിയാൽ
അർപ്പിച്ചിടാം സ്തോത്രയാഗങ്ങളെന്നും. ഒരു നാളുകളിൽ തൻ കൃപയാൽ നമ്മെ താങ്ങി നടത്തുവാൻ ശക്തനാവൻ. തൻ സ്നേഹത്തിൽ നാം ചേർന്നിടുമ്പോൾ പുതു നന്മകളാൽ നമ്മെ നിറച്ചിടുമേ. പുതുനാളുകളിൽ തൻ കൃപയാൽ നമ്മെ താങ്ങി നടത്തുവാൻ ശക്തനാവൻ. തൻ സ്നേഹത്തിൽ നാം ചേർന്നിടുമ്പോൾ പുതു നന്മകളാൽ നമ്മെ നിറച്ചിടുമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയന്റെ സ്നേഹവാക്കുകൾ മാധുര്യമേറിയത്. പ്രിയന്റെ സ്നേഹവാക്കുകൾ മാധുര്യമേറിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയന്റെ സ്നേഹവാക്കുകൾ മാധുര്യമേറിയത്. പ്രിയന്റെ സ്നേഹവാക്കുകൾ മാധുര്യമേറിയത്. എത്ര മാധുര്യം എൻ പ്രിയന്റെ സ്നേഹവാക്കുകൾ. എത്ര മാധുര്യം എൻ പ്രിയന്റെ സ്നേഹവാക്കുകൾ. തേനിലും തേൻ കട്ടയേക്കാളും മാധുര്യമേറിയത്. തേനിലും തേൻ കട്ടയേക്കാളും മാധുര്യമേറിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയന്റെ സ്നേഹവാക്കുകൾ മാധുര്യമേറിയത്. പ്രിയന്റെ സ്നേഹവാക്കുകൾ മാധുര്യമേറിയത്. പ്രിയന്റെ സ്നേഹവാക്കുകൾ മാധുര്യമേറിയത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. സ്വർഗത്തിലെ ദൈവം ഈ പട്ടണത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടി വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും അതിലുപരിയായി ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തിൻ്റെ പാർട്ടിസിപ്പേഷൻ ആകുവാൻ നമുക്ക് ദൈവം കൃപ നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇവരെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുന്നു. സ്തോത്രം. വാത്സല്യ ദൈവദാസൻ മോൻസി മാത്യു അവരെ ക്ഷണിക്കുന്നു. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ മൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു സന്തോഷത്തിന്റെ ദിനമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ഇത്രയും പ്രിയപ്പെട്ടവർ ഒന്നിച്ചുകൂടി, മാതാപിതാക്കൾ, ദൈവസഭ, ബന്ധുക്കൾ, ചാർച്ചക്കാർ, ദൈവദാസന്മാർ ഒത്തുകൂടി ഈ വൈകവേളയിൽ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം നടത്തുവാൻ പരിശുദ്ധാത്മാവ് പ്രസാദിച്ചല്ലോ. നമ്മളിവിടെ വായിച്ചു കേട്ടതുപോലെ ദൈവ ഇഷ്ടമെങ്കിൽ ഒക്ടോബർ 2 ശനിയാഴ്ച
10:30 NSCK ചർച്ചിൽ വെച്ച് ഈ വിവാഹം നടത്തുവാൻ നമ്മൾ ആഗ്രഹിച്ച് തീരുമാനിച്ചിരിക്കുന്നു. ആ ശുശ്രൂഷയെ വഹിച്ചുകൊണ്ടും പ്രത്യേകാൽ വാത്സല്യ കുഞ്ഞുങ്ങളെ വഹിച്ചുകൊണ്ടും അവിടെ മാതാപിതാക്കളെ ഓർത്തുകൊണ്ടും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണഭൂതനായ പരിശുദ്ധ പിതാവാൻ ദൈവമേ, മനുഷ്യനേകനായിരിക്കും നന്നല്ല എന്ന് കണ്ട് അവന് തക്ക തുണയെ ഉണ്ടാക്കി കൊടുത്ത പരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ വീണ്ടും അടുത്തു വരുന്നു. സ്വർഗം അവിടുത്തെ സിംഹാസനം, ഭൂമി അവിടുത്തെ പാദപീഠം. ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ ഞങ്ങളുടെ പാദപീഠത്തിൽ കടന്നു വന്ന് അവിടുത്തെ തിരുമുഖം തേടുവാൻ തന്ന ഭാഗ്യത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വലിയ ആലോചനയും ദൈവത്തിന്റെ തിരു ഇഷ്ടവും ഇന്ന് രാത്രിയിൽ ഇവിടെ ഉള്ളതിനാൽ ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ പ്രിയ പൈതൽ വിപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ മകൾ കാറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളുടെ ജനനം മുതൽ കർത്താവെ നീ കൂടെയിരുന്നു. അവർക്ക് കൊടുത്തതായ എല്ലാ ആയുസ്, ആരോഗ്യം, സൗന്ദര്യം, വിദ്യാഭ്യാസം, ജോലി എല്ലാറ്റിനായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. അവരുടെ കുടുംബജീവിതത്തിന്റെ ഉറപ്പിന് വേണ്ടി, ഭദ്രതയ്ക്ക് വേണ്ടി മാതാപിതാക്കളുടെ പ്രാർത്ഥന, ദൈവസഭകളുടെ പ്രാർത്ഥന, അനേക പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രിയിൽ ഇവിടെ വെച്ച് ഈ വിവാഹം നിശ്ചയിക്കുവാൻ കർത്താവ് പ്രസാദിച്ചതിനാൽ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവെ, ഇന്ന് രാത്രി എടുത്തതായ തീരുമാനം അങ്ങയുടെ ഇഷ്ടപ്രകാരമാണ്. അങ്ങയുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾ ഈ എടുത്ത തീരുമാനത്തിന്റെ മേൽ ദൈവത്തിന്റെ മഞ്ഞും മഴയും ഉള്ളതിനാൽ ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ, തിരു ഇഷ്ടമെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം ഒക്ടോബർ മാസം 2-ാം തീയതി ശനിയാഴ്ച 10:30 മണിക്ക് ഇവിടെ വെച്ച് നടത്തുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണത്തോടെ ഞങ്ങൾ ആയിരിക്കട്ടെ. അന്നേ ദിവസത്തെ ഞങ്ങൾക്ക് വിശുദ്ധീകരിച്ച് തരുമാറാകണമേ. എല്ലാവിധമായ അനുഗ്രഹങ്ങളും നന്മകളും ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവമേ ഒരുക്കി തരുമാറാകണമേ. യാതൊരുവിധ തടസ്സങ്ങളോ പ്രതികൂലങ്ങളോ ഉണ്ടാകുവാൻ ഇടയാക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളെ ശരീരത്തിലും ആത്മാവിലും ബലപ്പെടുത്തണമേ. ആത്മീയ കൃപകളാൽ നിറയ്ക്കണമേ. അവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ദൈവത്തിന്റെ ആലോചനയാലും ദൈവത്തിന്റെ നിർണയത്താലും ദൈവത്തിന്റെ അഭിഷേകത്താലും അവർ ശുദ്ധീകരിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട മാതൃകാപരമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ അവിടുത്തെ മക്കളെ ഒരുക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും കർത്താവേ, അങ്ങ് അവരെ അനുഗ്രഹിക്കുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. അങ്ങ് അവരെ ആശീർവദിക്കുവാൻ കൊണ്ട് സ്തോത്രം. ശരീരത്തിൽ അവർ സൗഖ്യമുള്ളവരായിരിക്കട്ടെ, ആത്മാവിൽ സൗഖ്യമുള്ളവരായിരിക്കട്ടെ. എല്ലാ തലങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ കാവല്, ദൂതന്മാരുടെ കർത്താവേ ആ പരിപാലനം നിന്റെ മക്കളുടെ മേൽ എപ്പോഴും ഉണ്ടാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്റെ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അവരെ സഹായിക്കണമേ. ഈ നല്ല നിമിഷങ്ങൾ കാണുവാൻ നീ അവർ കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം. അവരുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രി കർത്താവേ, അവിടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, പ്രിയപ്പെട്ടവർ, സ്നേഹിതർ എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. ഭാഗത്തെ സഭ കർത്താവേ, ദൈവമക്കൾക്കായി സ്തോത്രം, ദൈവദാസന്മാർക്കായി സ്തോത്രം. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അവിടുത്തെ കൃപ കൊണ്ട് കർത്താവേ അങ്ങ് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നിവിടെ നിശ്ചയിക്കപ്പെട്ടതായ ഈ വിവാഹ കർത്താവേ നിശ്ചയം, കർത്താവേ സ്തോത്രം, അങ്ങയുടേതായ ആ വരവിന്റെ ഒരു നിഴലാകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കർത്താവേ, നിന്റെ വരവിന്റെ ആ ലക്ഷണങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ വരവിന് വേണ്ടി ആരെങ്കിലും ഒരുങ്ങാത്തവരായിട്ടുണ്ടെങ്കിൽ ആത്മമണവാളിനെ സ്വീകരിക്കുന്നതായ ഒരു രാത്രിയാക്കി അങ്ങ് തീർക്കണമേ കർത്താവേ. ആരെങ്കിലും കർത്താവേ നിന്നെ സ്വീകരിപ്പാൻ കഴിയാതിരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി അവിടെ ഉള്ളത്തോട് സമ്പാദിക്കുന്ന രാത്രിയായി മാറുവാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് വാത്സല്യ കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രികൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് അങ്ങയുടെ കരങ്ങളിലേക്ക് കൈമാറുകയാണ്. ഈ മീറ്റിംഗ് പ്രസിദ്ധീകരിക്കുവാൻ തക്കവണ്ണം ദാസനെ ബലപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. എല്ലാവിധ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം, നന്മകൾക്കായി സ്തോത്രം. മഹത്വം മുഴുവനും അങ്ങയ്ക്ക് തന്നെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവെ ചോദിക്കുന്നു, ദയമൂലം കേൾക്കുമാറണമേ. എല്ലാവർക്കും സ്തോത്രം. നമ്മുടെ കൂടിവരവിൽ എപ്പോഴും ദൈവവചനത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഈ രാത്രി കാലം നമ്മൾക്ക്
കർത്താവ് ഇങ്ങനെ ഒരു സുദിനം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കി തന്നു. അത് മാതാപിതാക്കന്മാർക്ക് കാണുവാനും സഹോദരങ്ങൾ കൂടപ്പിറപ്പുകൾക്ക് കാണുവാനും ദൈവം അവസരം കൊടുത്തു. ഈ രാത്രികാലം വേദിയിലായിരിക്കുന്ന വാത്സല്യ ദേവദാസൻ മുൻസിപ്പാസിനെയും കുടുംബത്തെയും ഇവിടെ ആയിരിക്കുന്ന ഇരുവരെയും കൂട്ടത്തിൽ കടന്നു വന്ന സഹോദരങ്ങളെ, അവരുടെ കൂടപ്പിറപ്പുള്ള ബന്ധുമിത്രാദികളെ എല്ലാവരെയും നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഈ രാത്രികാലം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നു നമ്മുടെ ദൈവ ആത്മമണവാളവനായ കർത്താവ് വരുവാൻ സമയം അടുത്തിരിക്കുന്നു. ഈ ഭൂമിയിൽ ദൈവം നടത്തിയ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ് കുടുംബം. മനുഷ്യനേകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ടിട്ട് ദൈവം തക്ക തുണിയെ ദൈവം കൊടുത്തു. അമ്മേ, ഏദൻ പൂങ്കാവനത്തിലാണ് ആ ശുശ്രൂഷ ആരംഭിച്ചത്. ആ ശുശ്രൂഷ ഇന്നും സ്തോത്രം കർത്താവിൻ്റെ തിരുസഭയായ കർത്താവിൻ്റെ മണവാട്ടികളാകും നമ്മൾ കർത്താവിൻ്റെ മണവാളനെ അമ്മയെ എതിരേൽക്കുവാൻ നാം ഓരോരുത്തരും വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവ് എപ്പോഴാണെന്ന് നമുക്കാർക്കും പറയുവാൻ കഴിയത്തില്ല. ദേവദാസൻ പറഞ്ഞതുപോലെ ആരെങ്കിലും ഈ യേശുക്രിസ്തുവിനെ ആത്മമണവാളനായി സ്വീകരിക്കുവാൻ കഴിയാതിരിക്കുന്ന, യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി ആത്മമണവാളനുമായി സ്വീകരിക്കുവാൻ അവസരം ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രികാലം അതിന് ഏറ്റവും ഉചിതമായ ഒരു സമയമാണ്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ 1-2 ചിന്തകൾ നിങ്ങളുമായി കൈമാറുവാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുകയാണ്. 2 കൊരിന്ത്യർ 11:2 ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോട് എരിയുന്നു. ക്രിസ്തു എന്ന ഏക പുരുഷനെ നിർമ്മല കന്യയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഈ രാത്രികാലം ഒരു വലിയ വിവാഹ നിശ്ചയം ഇവിടെ നാം അതിന് സാക്ഷികളായിരിക്കുക. ധന്യനായ പൗലോസ്ലീഹ പറയുന്നു, ഞാൻ എരിവോട് എരിയുന്നു. എന്താണ്? ക്രിസ്തു എന്ന ആത്മമണവാളന നിത്യജീവൻ യേശു ക്രിസ്തു അവരുടെ ഉള്ളിൽ ഉരുവാകുവാൻ പൗലോസ്ലീഹ എരിയുകയാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്നാൽ ആ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് കഴിഞ്ഞ വ്യക്തി ദൈവത്തിൽ നിന്നും ഏകാഗ്രത വിട്ട് ദൈവകൃപ വിട്ടുപോകുമോ എന്ന് പൗലോസ്ലീഹ സംശയിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പകൽക്കാലം ഈ ഭൂമിയിൽ നാം എല്ലാവരും യേശുക്രിസ്തുവിനെ മണവാളനായി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി പാർക്കുമ്പോൾ ഈ രാത്രികാലം ഇവിടെ വെച്ച് സ്തോത്രം 2 കുഞ്ഞുങ്ങൾ തമ്മിൽ ആമേൻ സ്തോത്രം ഒരു ഉഭയസമ്മതം ഇന്ന് രാത്രികാലം അവർ എടുത്തിരിക്കുകയാണ്. സ്തോത്രം. കർത്താവിൻ്റെ മക്കളാകുന്ന നമ്മൾ ഓരോരുത്തരും ഉഭയസമ്മതം എടുത്തവരാണ്. എന്നാൽ നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുമോ, ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോകുമോ എന്ന് സംശയം പൗലോസ്ലീഹയ്ക്കുണ്ടായി. അതുകൊണ്ട് നമ്മെ നിർമ്മല കന്യകയായി അച്ചാരമിട്ടിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ മുദ്രയിട്ടിട്ട് നമുക്ക് വേണ്ടി കാൽവറിയിൽ അവസാന തുള്ളി രക്തം നൽകി ജീവൻ നൽകി നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവ് കാൽവറിയിൽ കർത്താവിൻ്റെ വിലയേറിയ രക്തം, യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തം നമുക്ക് വേണ്ടി നൽകിയത്
നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രികാലം ദൈവമക്കളെ, യേശു ക്രിസ്തു കാലുവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്, ആമേൻ സ്തോത്രം, നാം എല്ലാവരും എല്ലായ്പ്പോഴും അതിനെ ഓർത്ത് ചിന്തിക്കുകയും അത് സ്മരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ ആർക്ക് കഴിയും? ഇന്ന് രാത്രികാലം പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്ന നമ്മളെ ഇന്ന് രാത്രികാലം ദൈവകൃപയെ നിർത്തുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങി പാർക്കുമ്പോൾ, സ്തോത്രം, കർത്താവിൻ്റെ കൃപയിൽ നിന്ന്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകാതിരിപ്പാൻ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഏറ്റ പങ്കപ്പാടുകൾ, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നൽകിയ നിത്യജീവൻ, യേശു ക്രിസ്തു നമുക്ക് നൽകിയ രക്ഷ നമ്മുടെ ജീവിതത്തിൽ നഷ്ടമാകാതെ ഒരുങ്ങി കാത്തിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. മകൻ ഇന്ന് രാത്രികാലം മനുഷ്യൻ ഏകനായിരിക്കുന്നല്ല എന്ന് കണ്ടിട്ട് ദൈവം തക്ക തുണിയെ ദൈവം കൊടുത്തു. ഈ ശുശ്രൂഷ ആരംഭിച്ചത് സ്തോത്രം യേശു ക്രിസ്തു, നമ്മുടെ ദൈവം, സ്തോത്രം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ ശുശ്രൂഷ തുടങ്ങിയത് നമ്മുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ദൈവമാണ് ഇത് തുടങ്ങിയതെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, യേശു ക്രിസ്തു അല്ലെങ്കിൽ സ്തോത്രം മത്തായി സുവിശേഷവും മാർക്കിന്റെ സുവിശേഷവും നമ്മൾ കാണുമ്പോൾ, സ്തോത്രം, മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ടിട്ട്, സ്തോത്രം, കുടുംബത്തെക്കുറിച്ച്, കുടുംബത്തിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള കാഴ്ചപ്പാടുകൾ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്തോത്രം, പൗലോസ്ലീഹ പറയുന്നതാണ്, സ്തോത്രം, നാം ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി പാർക്കുമ്പോൾ നമ്മുടെ ഏകാഗ്രത വിട്ടും കൃപ വിട്ടും നാം പോകാതിരിപ്പാൻ വളരെ ശ്രമിക്കണം. സ്തോത്രം, ഇന്ന് രാത്രികാലം ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ, ഈ രണ്ട് വ്യക്തി ജീവിതങ്ങൾ തമ്മിൽ ഒരു തീരുമാനമെടുത്തത്, ഇനി അവർ യേശു ക്രിസ്തു ആകുന്ന മണവാളന് വേണ്ടി ഒരുങ്ങി പാർക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവരൊരു കുടുംബമായി തീരുന്ന 2-ാം തീയതി കഴിഞ്ഞ് അവർ കുടുംബമായി തീരുമ്പോൾ അവർ ജീവിതത്തിൽ അന്യോന്യം കർത്താവിൻ്റെ നാമത്തെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ, ദൈവത്തിൻ്റെ കൃപയെ, ദൈവ സാന്നിധ്യത്തെ വിട്ട് അവർ പോകാതിരിപ്പാൻ അവർ ഓരോരുത്തരും അന്യോന്യം ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ തന്നെ സ്തോത്രം, നമ്മുടെ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നാം കാണുമ്പോൾ, സ്തോത്രം, സക്കറിയാവും എലിസബത്തും അവർ ദൈവസന്നിധി നീതിയുള്ളവരും നീതിമാന്മാരും ദൈവകൃപയിൽ നിൽക്കുന്നവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്, കർത്താവിൻ്റെ വരവിന് മുൻപായി യോഹന്നാൻ സ്നാപകനെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അവരവിടെ ക്വാളിറ്റിയാണ് അവിടെ കാണുന്നത്. ദൈവകൃപയിൽ, ദൈവകൃപയിൽ, ദൈവത്തിൻ്റെ നീതിയിൽ അവർ ജീവിച്ചവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തു വരുന്നതിനു മുമ്പേ, സ്തോത്രം, ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നാം കാണുന്നു, സ്തോത്രം, അവർ ദൈവകൃപയിൽ നിൽക്കുന്നവരും നീതിയുള്ളവരും ദൈവിക കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കുടുംബമായിരുന്നു. അതുകൊണ്ട് സ്തോത്രം, അതൊരു മാതൃകയാണ്. ഇന്ന് രാത്രികാലം എനിക്ക് സ്നേഹത്തോടെ ഇവരോട് രണ്ടുപേരോടും പറയാനുള്ളത്, അവരുടെ കുടുംബത്തിൽ ദൈവനീതിയോടും ദൈവസ്നേഹത്തിലും ദൈവകൃപയിലും നിൽക്കുവാൻ അവർ ജീവിതത്തിൽ എന്നേക്കും എപ്പോഴും കരുതേണ്ടതും സ്നേഹിക്കേണ്ടതും അവരെപ്പോഴും അങ്ങനെ ജീവിക്കേണ്ടതും ആവശ്യമാണ്. എൻ്റെ വാക്കുകളെ ചുരുക്കിയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കിന്ന് രാത്രികാലം നമ്മുടെ ആത്മമണവാളനെ സ്വീകരിക്കുവാൻ സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന നമ്മുടെ ആത്മമണവാളനെ സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് വോട്ട് ഓഫ് താങ്ക്സിന് ബ്രദർ രാജു വർഗീസ് അവരെ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന ദേവദാസന്മാർ, പ്രത്യേകിച്ച് വിപിൻ ആൻഡ് കാരൺ ആൻഡ് അവരുടെ പാരൻസ്, ബ്രദേഴ്സ്, കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ കർത്തവ്യം വോട്ട് ഓഫ് താങ്ക്സ് പറയുക എന്നുള്ളതാണല്ലോ. നമുക്ക് ഇവിടെ കൂടി വരുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിച്ചു. നമുക്ക് കർത്താവ് ആരോഗ്യം തന്നു, ബലം തന്നു. സകല മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു.
ഇങ്ങനെ ഇത്രയും വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിപ്പാനെല്ലാം ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സഹായം കൂടെയിരുന്നു. കർത്താവ് അനുവദിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു സെന്റിമീറ്റർ പോലും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവമാണ് നമ്മളെ ബലപ്പെടുത്തിയത്. ആ ദൈവത്തിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. ഞാൻ കുറച്ച് പേരുടെ പേരുകൾ മാത്രം ഞാൻ പറയുകയാണ്. എനിക്ക് എല്ലാവരെയും പരിചയമില്ല, പക്ഷേ നമ്മളെല്ലാവരും അറിയുന്നൊരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. സോ ആ ദൈവത്തിന് എല്ലാ മഹത്വം കൊടുക്കുന്നു. പ്രത്യേകിച്ച് വേദിയിലായിരിക്കുന്ന പ്രിയ ചെറിയൻ പാസ്റ്ററിന് വേണ്ടിയിട്ട്, പാസ്റ്റർ മോൻസി പി മാത്യു പാസ്റ്ററിന് വേണ്ടിയിട്ട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കടന്നു വന്ന് ഈ ശുശ്രൂഷയുടെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചതിന് ദൈവനാമത്തിലും കുടുംബങ്ങളുടെ പേരിലുള്ള നാമത്തിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടാതെ തോമാച്ചൻ പാസ്റ്ററിനെ കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ മാത്യൂസ് എ ജോൺ, അദ്ദേഹത്തിന് കർത്താവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്നുള്ള നാമത്തിൽ നന്ദി അറിയിക്കുന്നു. കൂടാതെ നമുക്ക് മനോഹരമായിട്ടുള്ള ഗാനങ്ങളെല്ലാം പാടുവാനായിട്ട് പ്രിയ കൊയർ ഇരുവരെയും, പിയാനോ വായിച്ച ബ്രദറിനെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ നന്നായിട്ട് നമുക്ക് വളരെ ആസ്വദിക്കാൻ പറ്റുന്ന ഗാനങ്ങൾ അവർ പാടി. അവരുടെ എഫേർട്സിനെ എല്ലാം കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കൂടാതെ കടന്നു വന്നിരിക്കുന്ന ഇരു ഭാഗങ്ങളിൽ നിന്നും ബ്രൈഡിന്റെ ഭാഗത്തു നിന്നും ബ്രൈഡ് ഗ്രൂമിന്റെ ഭാഗത്തു നിന്നും ഇരുവരുടെ ഭാഗത്തു നിന്നും കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും നന്ദിയും അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ ഫോട്ടോ സെക്ഷൻ, വീഡിയോ സെക്ഷൻ, ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്ത സഹോദരങ്ങളെ കർത്താവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഈ ഹോള് അനുവദിച്ചു തന്ന NECK ഭാരവാഹികളോടും കർത്താവിന്റെ നാമത്തിൽ ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദൈവനാമത്തിൽ ഇരുന്നോളുന്നു. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. കൂരിരുൾ താഴ്വരയാതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വരയാതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ജീവിത ശൂന്യതയിൽ നടുവിൽ നിറവായി അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൽ നടുവിൽ നിറവായി അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി
നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപരാ. ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. നന്ദി നന്ദി ദൈവം നടത്തിയ വിധങ്ങൾ. എൻ ദൈവമേ നന്ദി എന്നേശുപരാ. എല്ലാ ദാനങ്ങൾക്കും എല്ലാ നന്മകൾക്കും നന്ദി നാഥ. ഒരിക്കൽ കൂടി നമുക്കൊന്ന് ചേർന്ന് പാടാമോ? നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപരാ. നന്ദി എന്നേശുപരാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഇത്രത്തോളം ആമേൻ നാം ദൈവസന്നിധിയിൽ കടന്നു വന്ന് ആമേൻ സ്തോത്ര ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി കാലം നമ്മോട് കൂടെ ഇരുന്നു. നാം ഒരുമിച്ച് കൂടി വന്ന് ആമേൻ കുഞ്ഞുങ്ങൾ രണ്ടുപേരുടെയും ആമേൻ എൻഗേജ്മെൻറ്റിൻ്റെ ആമേൻ ഒരുമിച്ച് അതിൻ്റെ ഒപ്പുവയ്ക്കുവാൻ ദൈവം കൃപ നൽകി തന്നല്ലോ. ആമേൻ ഇരുവരുടെ കൂട്ടത്തിൽ ആമേൻ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ആമേൻ വാത്സല്യം, ആമേൻ സ്തോത്രം മോൻസി പാസ്റ്റർ അവരുകളെയും എല്ലാവരും ദൈവത്തിൽ സ്തോത്രത്തോടെ ഏൽപ്പിക്കാം. അടുത്ത മാസം 2-ാം തീയതി ആമേൻ വിവാഹ ശുശ്രൂഷകളെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ ദൈവിക സാന്നിധ്യം അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് തന്നെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം നമ്മെ നടത്തിയ, ഇത്രത്തോളം നമ്മെ കരുതിയ നമ്മുടെ കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. സ്വർഗപിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. സ്വർഗം അവിടുത്തെ സിംഹാസനം, ഭൂമി അവിടുത്തെ പാദപീഠമാകുന്നല്ലോ. അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുത്ത അതിമനോഹരമായ ഒരു അവസരത്തിനായി സ്തോത്രം. അവരുടെ ജനനം മുതൽ അമയ സ്തോത്രം, അവരുടെ യൗവനത്തിൽ അമയ സ്തോത്രം, അവരുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട അമയ നന്മകളും ജോലികളും എല്ലാ നന്മകളും ദൈവകൃപയാൽ അവർക്ക് കൊടുത്തതിനായി സ്തോത്രം. അവരുടെ ജീവിതത്തിൽ അമയ സ്തോത്രം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഉള്ള കാര്യങ്ങൾ அந்த ധാരണയിലെത്തുവാൻ ഇരുവരെയും കുടുംബത്തിലുള്ളവരെയും ദൈവം സഹായിച്ചനായി അമേൻ സ്തോത്ര ദൈവദാസന്മാരെ അമ്മ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം പറയുന്നു. കർത്താവേ, ഇതിനുവേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചവരുണ്ട്. ഇതിനുവേണ്ടി ദൈവസഭ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചല്ലോ. തക്ക സമയത്ത് തന്നെ അമ്മ ക്രമീകരണം സ്വർഗം ചെയ്തതിനായി നന്ദി പറയുന്നു, നന്ദി പറയുന്നു. കർത്താവേ, ശുശ്രൂഷകളിൽ ദൈവിക സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ. കർത്താവേ, എല്ലാം ചാന്തോചിതമായി ദൈവത്തിൻ്റെ ആത്മാവ് നടത്തി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നു. അവിടെ വലിയൊരു തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. എൻ്റെ മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹമായ കുടുംബജീവിതം നയിപ്പാൻ അവരുടെ ജീവിതത്തെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന യാചനം കേട്ടനായി സ്തോത്രം, മഹത്വം എടുക്കും. ഞങ്ങൾക്ക് ആ ജീവൻ നൽകിയ നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. യേശു കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മെ എല്ലാ നാളും നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവല് സൂക്ഷിപ്പ് സംസർഗവും നമ്മെല്ലാവരുടെ മേലും നാം പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മേലും പ്രത്യേകാൽ ഇന്ന് രാത്രിയിൽ ഗഞ്ചമലേക്ക് പ്രവേശിച്ചതായ വാത്സല്യ കുഞ്ഞുങ്ങളുടെ മേലും വരും ദിവസത്തെ വിവാഹ ശുശ്രൂഷയുടെ മേലും അവിടെ മാതാപിതാക്കളുടെ മേലും യേശു ക്രിസ്തുവിന്റെ വരവോളം ഇന്ന് മുതൽ നീക്കം കൂടെ ഇരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ, ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഫുഡിൻ്റെ കാര്യം എവിടെയാണെന്ന് ക്രമീകരിച്ച് ആ ഭാഗത്തോട്ട് പോകാം. അതിൻ്റെ ക്രമീകരണം എങ്ങനെയാണ്? ഇവിടെ തന്നെയാണോ? ഓക്കെ. സ്തോത്രം.
കർത്താവെ, ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. അമ്മയെ ദൈവകരത്തിൽ സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു. അമ്മയെ സ്തോത്രം. ആഹാര പദാർത്ഥങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ, ശുദ്ധീകരിച്ച് നൽകണമേ. ഇതിവിടെ പ്രവർത്തിച്ച കരങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ദൈവം അങ്ങനെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം മഹത്വമെടുക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. പ്രൈസ് ലോർഡ്. ഫുഡിൻ്റെ ക്രമീകരണം ആ ബൊഫയാണ്. അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വന്ന് നമുക്ക് ഫുഡ് കഴിക്കാവുന്നതാണ്. പ്രൈസ് ലോർഡ്. Praise the Lord. ആശ്വാസമെന്നിൽ താൻ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. പാരിരും പാണിയാൽ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ, കാക്കുമെന്നേ. ആശ്രയമേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ.
ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ ഇത്ര സൗഭാഗ്യമീക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. ഇത്ര സൗഭാഗ്യം നിശ്ചിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരേ മണ്ണിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ ഓരാത്ത കണ്ണീരേ മണ്ണിലുള്ളൂ മണ്ണിലുള്ളൂ. ആശ്രയമേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരീരും പാണിയാൽ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ കാക്കുമെന്നേ. ആരിരും പാണിയും പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ കാക്കുമെന്നേ. ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. തന്നുയിർ തന്ന ജീവനാഥൻ
ആശ്രയമേശുവിൽ എന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. When the oceans rise and thunders roar, I will soar with you above the storm. Father, you are king over the flood, and I will be still and know you are, and I will be still, know you are God. And when the oceans rise and thunders roar, I will soar with you above the storm. Father, you are king over the flood, and I will be still, know you are God, and I will be still, know you are God, and I will be still, know you are God.
to honor you, Lord, with all my heart I worship you. All I have within me, I give you praise, and all that I adore is in